നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 അയ്യനെ മാത്രമല്ല, കണ്ണനെയും വെറുതെ വിട്ടില്ല ദേവസ്വം. ഗുരുവായൂരിലെ സ്വർണവും അടിച്ചുമാറ്റി. കിലോ കണക്കിന് ആനക്കൊമ്പ് എവിടെയെന്നതിലും രേഖകളൊന്നുമില്ല. എന്തിന് മഞ്ചാടിക്കുരുവരെ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വത്തിൽ കോടികളുടെ ക്രമക്കേടാണ്. ഓഡിറ്റ് റിപ്പോർട്ട് രേഖകളുമായി ജനം ബിഗ് ബ്രേക്കിംഗ്. വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരും. സാനു, ഓഡിറ്റ് റിപ്പോർട്ടിൽ അപ്പാടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ആനക്കൊമ്പ് എവിടെയെന്നറിയില്ല, മഞ്ചാടിക്കുരു പോലും കാണാനില്ല, സ്വർണം അടിച്ചു മാറ്റി, എന്തൊക്കെ പറയുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ? കൃഷ്ണരാജ്, എന്തായാലും ഗുരുവായൂരപ്പൻ്റെ മഞ്ചാടിക്കുരു മുതൽ രത്നം വരെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. അതായത് മഞ്ചാടിക്കുരു മുതൽ രത്നം വരെയുള്ള സാധനങ്ങളുടെ ഒരു കണക്ക് ഗുരുവായൂരില്ല, ക്ഷേത്രത്തിലോ അതിൻ്റെ ഭരണസമിതിയുടെ കയ്യിലോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ തന്നെ കുങ്കുമപ്പൂ അടക്കം ഉള്ള വസ്തുക്കൾ ഗുരുവായൂരിൽ നിന്ന് കാണാനില്ല. അതായത് 1,47,000 രൂപയാണ് 1 കിലോ കുങ്കുമപ്പൂവിന്. അത് കശ്മീരി കുങ്കുമപ്പൂവാണ് സാധാരണ നിലയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് വിനിയോഗിക്കുന്നത്. ആ കുങ്കുമപ്പൂവിൽ പോലും വലിയൊരു അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ 2019 ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ വലിയ രീതിയിൽ സ്വർണം കാണാനില്ല, 2000 കിലോ തൂക്കമുള്ള ഓട്ടുരുളി പോലും കാണുന്നില്ല എന്നുള്ള തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടൊരു പ്രതികരണം നടത്താനായിട്ട് ഗുരുവായൂർ ദേവസ്വം ഇതുവരെ തയ്യാറായിട്ടില്ല. അതേപോലെ തന്നെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, അതേപോലെ കാണിക്കയായിട്ട് സമർപ്പിക്കുന്ന സ്വർണം, ഇതിനൊന്നും ഒരു രേഖകളും കാലങ്ങളായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സൂക്ഷിക്കാറില്ല. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ എല്ലാ ദിവസവും പവൻ കണക്കിന് സ്വർണം അവിടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതാണ്, ക്ഷേത്രത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു രേഖകളും സൂക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള ഒരു അഴിമതി അവിടെ നടക്കുന്നു. അതായത് സ്വർണം മുതൽ പാത്രങ്ങളിൽ വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഴിമതി നടക്കുന്നു. ഒപ്പം തന്നെ മറയൂർ ചന്ദനമാണ് ഗുരുവായൂരപ്പന് മറ്റ് പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഗുരുവായൂരപ്പൻ ഉപയോഗിക്കുന്ന ഈ മറയൂർ ചന്ദനത്തിൽ പോലും വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന് ജനം ടി വി ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം നാളെ ഇവർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ കാണും. അതായത് ഈ വാർത്ത അവർ പറയുന്നത് ഇതിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം. എന്നാലും സമൂലമായിട്ടുള്ള ഒരു അഴിമതി ഗുരുവായൂരിൽ നടക്കുന്നു. മഞ്ചാടിക്കുരു മുതൽ രത്നങ്ങളിൽ വരെ അഴിമതിയാണ് ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, സ്വർണം നിക്ഷേപിച്ചത് പുതുക്കാത്തതിനാൽ 80 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ആ റിപ്പോർട്ടിൽ കാണാം. പക്ഷേ ദേവസ്വം പറയുന്നത് റിപ്പോർട്ടിലാണ് തെറ്റ് വന്നത് എന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്. സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസ്, അവരെ വെള്ള പൂശാൻ ദേവസ്വം ബോർഡും. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന PS പ്രശാന്തിന്റെ കൈമലർത്തൽ പച്ചക്കള്ളമെന്ന് തെളിയുന്ന വാർത്ത ജനം TV പുറത്തുവിട്ടു. ശബരിമലയിലെ കട്ടിളപ്പാളികളിൽ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ച ദേവസ്വം തീരുമാനം ദുരൂഹം തന്നെ. സ്വർണം വേർതിരിച്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്താൻ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായ സ്ഥാപനമില്ലെന്ന ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തുവിട്ടു ജനം TV. 2025 ജൂലൈയിലെ ഉത്തരവ് നിലനിൽക്കെയാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ സ്വർണം പൂശാൻ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിച്ചത്. ഈ ബിഗ് ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, നോക്കൂ, ഇതുവരെയും PS പ്രശാന്ത് പറഞ്ഞത് എൻ്റെ കാലത്തല്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ ദേവസ്വം പ്രസിഡന്റിനെ ചോദ്യമുനയിൽ നിർത്തുന്നു ഇന്നത്തെ ഈ വാർത്ത. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളൊക്കെ പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സംഭവങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോടക്കം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് തൻ്റെ കാലയളവിൽ യാതൊരു ക്രമക്കേടുകളും നടന്നിട്ടില്ല, അഴിമതികൾ നടന്നിട്ടില്ല, നടന്നതൊക്കെ 2019 കാലഘട്ടത്തിലാണ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ പൊളിക്കുന്ന രീതിയിലാണിപ്പോൾ ദേവസ്വം സെക്രട്ടറി
സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു ഉത്തരവ്, അതിലെ ചില പരാമർശങ്ങൾ ആ വാദഗതികളെയൊക്കെ പൊളിക്കുന്ന വിവരങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് അത് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ, ദക്ഷിണ ഭാരതത്തിലെ ഒരു കമ്പനിയും ഇത്തരത്തിൽ സുതാര്യമല്ല, ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്ന കമ്പനികളിൽ ഒന്നും തന്നെ സുതാര്യമായിട്ടുള്ളവയല്ല എന്നുള്ള ഒരു ഉത്തരവാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് തിരുവല്ല ക്ഷേത്രത്തിലെ, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരത്തിൻ്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ കൊടിമരത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നടന്ന പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തിൽ, അതായത് 2025 ജൂലൈ മാസത്തിൽ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിലാണ് ഈ പരാമർശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവിടുത്തെ കൊടിമരത്തിന് സ്വർണം പൂശാനായിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്ന കമ്പനികളെ അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ അന്വേഷിച്ച വേളയിൽ ദക്ഷിണ ഭാരതത്തിൽ സുതാര്യമായിട്ടുള്ള ഒരു കമ്പനികളും അത്തരത്തിലില്ല. സ്വർണം വേർതിരിച്ചെടുത്ത് സ്വർണം ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ടുള്ള കമ്പനികളൊന്നും തന്നെ ദക്ഷിണ ഭാരതത്തിലേത് സുതാര്യമല്ല എന്നുള്ളതായിരുന്നു ദേവസ്വം സെക്രട്ടറിയുടെ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരവ് വെറുതെയല്ല, അതായത് തിരുവാഭരണം കമ്മീഷണർ അവിടുത്തെ ആ കൊടിമരത്തിൻ്റെ സ്വർണം പൂശലുമായി നടത്തിയിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകളിലാണ് ഈ കാര്യങ്ങൾ തെളിഞ്ഞിട്ടുള്ളതെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് തിരുവാഭരണം കമ്മീഷണറാണ് പറഞ്ഞത് ഇത്തരത്തിൽ ദക്ഷിണ ഭാരതത്തിൽ ഒരു കമ്പനി പോലും സുതാര്യമായിട്ടില്ല ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്നതെന്ന്. തുടർന്ന് ഈ തിരുവാഭരണം കമ്മീഷണർ ഈ റിപ്പോർട്ട് ദേവസ്വം ബോർഡിന് സമർപ്പിച്ചു. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഉത്തരവ് പുറത്തു വന്ന് ഏകദേശം മാസങ്ങൾക്ക് 2 മാസങ്ങൾക്കുള്ളിലാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ ഇത്തരത്തിൽ അതേ ദക്ഷിണ ഭാരതത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തത് എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അതായത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ വേണ്ടി ആ രീതിയിൽ സുതാര്യമായിട്ടുള്ള ഒരു കമ്പനിയും ദക്ഷിണ ഭാരതത്തിലില്ല എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താനായിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഈ ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ദക്ഷിണ ഭാരതത്തിലെ സുതാര്യമായ കമ്പനികൾ അല്ലെങ്കിൽ സുതാര്യമല്ലാത്ത കമ്പനികളിൽ പെട്ടതാണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം. അല്ലെങ്കിൽ ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും സുതാര്യമല്ലാത്ത കമ്പനികളാണ്. അങ്ങനെയാണെങ്കിൽ ശബരിമലയിലെ ചെമ്പുപാളികളിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്താൻ ഈ സുതാര്യമല്ലാത്ത ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ എന്തിനേൽപ്പിച്ചു, ആരേൽപ്പിച്ചു, എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ട് ഇവിടെ ഉയർന്നിരിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സുതാര്യമല്ലാത്ത കമ്പനിയെ ഏൽപ്പിച്ചത് കൃത്യമായിട്ട് അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ നടന്നിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ നിർദ്ദേശമില്ലാതെ ഈ ചെമ്പുപാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുകയില്ല. പോറ്റി അടക്കമുള്ള ആളുകളുടെ ഇടപെടൽ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നിർദ്ദേശവും ഉണ്ടാകും. കാരണം ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവരുടെ ഉത്തരവ് ഇങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കുക എന്നുള്ളത് സെക്രട്ടറിക്ക് മുകളിൽ ഒരുപക്ഷെ പ്രസിഡന്റിൻ്റെയോ അതിന് മുകളിലുള്ള ആളുകളുടെയോ ഇടപെടലോ നിർദ്ദേശത്തെ തുടർന്നാകാമെന്നുള്ള കാര്യം സുവ്യക്തമാണ് ഇവിടെ. എന്തായാലും ഈ ഇടപെടലിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ആ രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല 2025 ജൂലൈയിലാണ് സെക്രട്ടറിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിലൊക്കെയാണ് ശബരിമലയിലെ ചെമ്പുപാളികൾ ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയിട്ട് സുതാര്യമായൊരു കമ്പനി ദക്ഷിണ ഭാരതത്തിലില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പനിയെ കണ്ടെത്തി നൽകുന്നത് എന്തിനാണ്? ദേവസ്വം പ്രസിഡന്റ് മറുപടി പറയണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയാണ്. സ്വർണ്ണക്കവർച്ചയിൽ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തു. 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഉന്നതരെ സംരക്ഷിക്കാനാണ് നീക്കം. പ്രതിപട്ടികയിലെ ഉദ്യോഗസ്ഥർ ആരെയും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, SIT അന്വേഷണം ശരിയായ വഴിയിലോ? കൃഷ്ണരാജ്, തീർച്ചയായും പൊതുജനങ്ങളടക്കം ഉയർത്തുന്നൊരു ചോദ്യം അതുതന്നെയാണ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലേക്കാണോ നീങ്ങുന്നത് എന്നൊരു സംശയം അതാണ് പൊതുജനങ്ങളടക്കം ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ അന്വേഷണം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടക്കുന്നത് എന്നതാണ് വലിയ രീതിയിൽ ആരോപണവും ആക്ഷേപവുമായി ഉയരുന്നത്. ഇന്ന് വൈകിട്ടോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ അനന്ത സുബ്രഹ്മണ്യത്തെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് അനന്ത
സുബ്രഹ്മണ്യമാണ് എന്നൊരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറോളമായി ഈ ചോദ്യം ചെയ്യൽ നടപടികളടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയോടൊപ്പം ഇരുത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ ചോദ്യം ചെയ്യൽ നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 2019 ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യം ആണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തലായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഹൈദരാബാദിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ അടക്കം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയതുമെല്ലാം അനന്തസുബ്രഹ്മണ്യം വഴിയാണ് എന്നതടക്കമുള്ളൊരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്നും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അന്വേഷണം നടക്കുമ്പോഴും, അതായത് കഴിഞ്ഞ 4 ദിവസമായി അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ 4 ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ നടപടികൾ നടക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇത് നടക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. കാരണം മറ്റ് ദിശകളിലേക്കൊന്നും അന്വേഷണം നീങ്ങുന്നില്ല എന്നത് ആണ് വലിയ രീതിയിൽ ആക്ഷേപമായിട്ട് ഉയരുന്നത്. അതായത് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഈ അന്വേഷണത്തിലും അതോടൊപ്പം ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘവും ഈ ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള നിരവധി പേർ, അതായത് 9 പേർ ഉൾപ്പെട്ടിരുന്നു. ആ 9 പേരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നില്ല. മാത്രമല്ല ആ 9 പേര് നിലവിൽ സർവീസിലിരിക്കുന്ന 2 പേരെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ മുരാരി ബാബു അടക്കമുള്ള ആ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനായി ഈ അന്വേഷണ സംഘം വിളിക്കുന്നില്ല എന്നതാണ് ആരോപണമായിട്ട് ഉയരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് ഉന്നതരിലേക്ക് അന്വേഷണം എത്താതെ ഇത് അവസാനിപ്പിക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധകളിൽ നിന്ന് അകറ്റുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ കേസ് മറ്റേതെങ്കിലും രീതിയിലേക്ക് വഴിതിരിച്ച് വിടുന്ന ആ ഒരു രീതിയിലേക്കൊക്കെയോ നീങ്ങുന്നു എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല എന്ന നിലയ്ക്കാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘം ആളെ പറ്റിക്കാൻ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുറ്റും നടക്കുകയാണ്. അതിൽ പ്രതിക്കൂട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഒന്നും തൊടാൻ ഒരു ചോദ്യമെങ്കിലും അവരോട് ചോദിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. SIT അന്വേഷണത്തെ മറ്റൊന്നിനോട് പൊമ്മിച്ചു പരിഹസിച്ചു കെ സുരേന്ദ്രൻ. കുറുക്കൻ്റെ കയ്യിൽ കോഴിയെ ഏൽപ്പിച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയത് മൊഴികൾ പഠിപ്പിക്കാനാണ്. ഉന്നതന്മാരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് SITയുടെ നീക്കം. അന്വേഷണം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയെന്നും കെ സുരേന്ദ്രൻ. SIT അന്വേഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ വിജിലൻസ് അന്വേഷിച്ച അതേ കാര്യം തന്നെയാണ് വരുന്നത്. ഞാനത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം വിജിലൻസ് ഉണ്ടാക്കിയ അതേ തിരക്കഥയാണ്. ഇപ്പോൾ പോറ്റിയുടെ മൊഴികളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച മൊഴികളാണ്. പോറ്റി പറയുന്നതെല്ലാം വാസവനും അതുപോലെ പ്രശാന്തും ഒക്കെ ചേർന്ന് തീരുമാനിച്ച് എന്താണ് പറയേണ്ടത്, എവിടെ വരെ പറയണം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിനാണ് ഇത്ര വൈകിച്ചത്. പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാൻ വൈകിയതിൻ്റെ കാരണം ഈ മൊഴികൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ മൊഴികളാണ് പറയുന്നത്. ഉന്നതന്മാരിലേക്ക് കേസ് അന്വേഷണം പോവാതിരിക്കാനുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. കർഷകൻ ഒരു കടം കഥയാണ്. കടമെടുത്ത് വിത്തെറിഞ്ഞ് വിളവ് സ്വപ്നം കാണുന്ന ജീവിതമാണ് പലപ്പോഴും. ഇന്ന് അധികൃതരുടെ അനാസ്ഥ താങ്ങാതെ ജീവനൊടുക്കി ഒരു കർഷകൻ. അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചത്. തണ്ടപ്പേരിനായി 6 മാസമായി വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു പാവം കൃഷ്ണസ്വാമി. ഇന്ന് രാവിലെയാണ് അട്ടപ്പാടിയിൽ കർഷകനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമി എന്ന 52-കാരനാണ് കൃഷിസ്ഥലത്ത് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ 6 മാസമായി തണ്ടപ്പേരിനായി കൃഷ്ണസ്വാമി വില്ലേജിൽ കയറി ഇറങ്ങുകയായിരുന്നുവെന്നും എന്നാൽ ഇത് ലഭിക്കാതായതോടെ ഏറെ മനപ്രയാസത്തിലായിരുന്നുവെന്നും കൃഷ്ണസ്വാമിയുടെ കുടുംബം പറഞ്ഞു. 15ஆம் தேதி வில்லேஜுக்கு போனேன். அப்படி தண்டப்பேப்பர் வந்து வேறு ஆளுக்கு போட்டு கொடுத்ததுனால அதுதான் சங்கடம். வீட்டுக்கு வந்ததையும் இது சரியாக்குற மாதிரி தெரியல, இப்படி வில்லேஜ் ஆஃபீஸர் எல்லாரும் சேர்ந்து இப்படி பண்ணிட்டாங்க. அப்போ அதனால இதுக்கு சாகிறத நம்ம மென்னு சொல்லும்.
இப்போ நான் வேண்டாம், நான் செவ்வாய்க்கிழமைக்கு போகிறேன் இல்லை எழுதியே கொடுத்துருக்குறாங்க, காயத்தில் எழுதியிருக்காங்க. எழுதியிருக்கிறது வந்து இந்த பூமி வந்து வேறு ஆளுக்கு சேர்கிற மாதிரி தான் அவங்க எழுதி கொடுத்துருக்குறாங்க. அப்படி ஒரு நடவடிக்கை இருந்தால் வில்லேஜ் ஆஃபீஸரோட கம்ப்ளைண்ட் தானே, நம்மளோட கம்ப்ளைண்ட் ஒன்றும் இல்லையல்ல. വില്ലേജ് அவங்க பண்ணுന്നത് അവർക്ക് സാവുക്ക് കാരണം. സാധാരണ ഒരു കൃഷിക്കാരനായിട്ട് വെറുതെ സർക്കാർ ലെവലിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് മാനസികമായിട്ടുള്ള അവസ്ഥ കൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം 6 മാസക്കാലമായി അയാളുടെ സ്വന്തം സ്ഥലത്തിന് വേണ്ടി തണ്ടപ്പേരിൻ്റെ പേരിൽ അയാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോൾ ചെല്ലുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരെ മടക്കി വിടലാണ് വില്ലേജ് ഓഫീസിലെ പണി. അതായത് അവസാനമായിട്ട് അയാൾ വളരെ വിഷമിച്ച് ഓരോ ദിവസം ചെല്ലുന്തോറും അയാൾക്ക് മാനസികമായിട്ട് അയാൾ ഒരു വിഭ്രാന്തിയിലെത്തി അവസാനം അയാൾ ഈ ആത്മഹത്യയിലേക്ക് എത്തേണ്ട ഒരു ഗതികേട് നമ്മുടെ ഈ തണ്ടപ്പേരിൻ്റെ പേര് കൊണ്ട് കൃഷിക്കാരെ ബുദ്ധിമുട്ടിച്ച് അവിടേക്ക് എത്തിച്ചു, അവിടെ എത്തി. അതേസമയം കൃഷ്ണസ്വാമിയുടെ തണ്ടപ്പേര് മറ്റൊരാളുടെ പേരിൽ ആയതിനാലാണ് നൽകാൻ കഴിയാതിരുന്നത് എന്നും അത് മാറ്റുന്നതിന് കുറച്ച് സമയം വേണമെന്ന് കൃഷ്ണസ്വാമിയോട് പറഞ്ഞിരുന്നതായും വില്ലേജ് ഓഫീസർ പറഞ്ഞു. താൻ ചാർജ് എടുത്തിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. അതിനിടയ്ക്ക് ഒരു തവണ മാത്രമാണ് കർഷകൻ വില്ലേജ് ഓഫീസിൽ വന്നതെന്നും വില്ലേജ് ഓഫീസർ വ്യക്തമാക്കി. ജനം, പാലക്കാട്. ഭാരതാംബയുടെ ചിത്രം കത്തിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെതിരെ പോലീസ് കേസ്. ആലപ്പുഴ മാന്നാർ സ്വദേശിനി ഗീതു ഉണ്ണികൃഷ്ണന് എതിരെയാണ് കേസ്. സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന കുറ്റം ചുമത്തി വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിലിന്റെ പരാതിയിൽ മാന്നാർ പോലീസ് എഫ്ഐആർ ഇട്ടു. കഴിഞ്ഞ 8-നാണ് കേസിനാസ്പദമായ സംഭവം. ഭാരതാംബയുടെ ചിത്രത്തെ ചവർ എന്നാണ് പോലീസ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പോസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ും ദീപാവലി ആഘോഷമാണ്. ഇന്നലെ രാവിലെ മുതൽ നിറം പിടിച്ച ആകാശമാണ് നമുക്ക് ചുറ്റും. നാവികസേന അംഗങ്ങൾക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രിയുടെ ദീപാവലി ആഘോഷം. ഈ നിമിഷങ്ങൾ ഭാഗ്യമാണ്. വിക്രാന്ത് എന്ന പേരു തന്നെ പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ വർഷവും സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കുന്ന പതിവ് ഇത്തവണയും പ്രധാനമന്ത്രി തെറ്റിച്ചില്ല. ഗോവ കാർവാർ തീരത്ത് നങ്കൂരമിട്ട INS വിക്രാന്തിൽ നാവികസേന അംഗങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി ഇത്തവണ ദീപാവലി ആഘോഷിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. INS വിക്രാന്ത് അതിന്റെ പേരുകൊണ്ട് മാത്രം ദിവസങ്ങളോളം പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയതെങ്ങനെയെന്ന് മാസങ്ങൾക്ക് മുമ്പ് ബോധ്യപ്പെട്ടതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വേളയിൽ കര, നാവിക, വ്യോമസേനകൾ ചേർന്ന് പാകിസ്ഥാനെ മുട്ടുമടക്കിച്ചതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ऑपरेशन सिंदूर में पाकिस्तान को इतनी जल्दी घुटने टेकने पर मजबूर कर दिया और इसलिए साथियों आज मैं फिर एक बार INS विक्रांत की इस पवित्र साधना स्थली से, पराक्रमी स्थली से तीनों सेना के जाबाज जवानों को फिर एक बार सैल्यूट करता हूं. ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ദീപാവലി ആശംസകൾ നേർന്നിരുന്നു. ദീപങ്ങളുടെ ഉത്സവം നമ്മുടെ ജീവിതത്തെ ഐക്യത്താലും സന്തോഷത്താലും സമൃദ്ധിയാലും പ്രകാശിപ്പിക്കട്ടെയെന്നും സന്തോഷവും സമാധാനവും നമ്മുടെ ചുറ്റും നിലനിൽക്കട്ടെയെന്നും പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇന്ത്യ പാക് അതിർത്തിയിലെ സായുധ സേനയ്ക്കൊപ്പമായിരുന്നു പ്രധാനമന്ത്രി ദീപാവലി ആഘോഷിച്ചത്. ജനം, ഡൽഹി. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു, റോം കത്തിയെരിയുമ്പോൾ നീറോ വീണ വായിക്കുന്നു എന്നിവയ്ക്ക് ശേഷം രാഹുൽ അവതരിപ്പിക്കുന്നു. ബീഹാറിൽ തമ്മിലടിക്കുമ്പോൾ ഇന്ത്യ നേതാവ് കടയിൽ ലഡു ഉണ്ടാക്കുന്നു. ഈ ട്രോൾ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. സ്വാദിഷ്ടമായ ലഡുവും ജിലേബിയും
അതും പ്രതിപക്ഷ നേതാവ് നേരിട്ടുണ്ടാക്കിയത്. ഓൾഡ് ഡൽഹിയിലെ പ്രസിദ്ധമായ ഖണ്ഡേവാല കടയിലാണ് രാഹുൽ ലഡുവും ജിലേബിയും ഉണ്ടാക്കാനെത്തിയത്. പോർട്ടർ വേഷത്തിൽ ചക്രങ്ങളുള്ള സ്യൂട്ട് കേസ് തലയിൽ ചുമന്നും തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി ചുമടെടുത്തും ട്രക്ക് ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ടറിയാൻ ലോറിയിൽ നാടുചുറ്റിയുമൊക്കെ രാഹുൽ നടത്തിയ നാടകങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ട്രോൾ പൂരം തീർത്തിരുന്നു. ഇതിന്റെ ചിരിയടങ്ങും മുൻപാണ് ബേക്കറിയിലെ പാചകത്തിന്റെ പുതിയ വീഡിയോയും പുറത്തുവരുന്നത്. मिठाई की दुकान कल खुल रही हो, पता लग रहा था सेंट्रल दिल्ली में कहीं. जी मतलब आपके स्टूडेंट पास हो गए, मतलब मिठाई बना सकते हैं घर पे, पक्की बात. നേരത്തെ തമിഴ്നാട്ടിലെ വില്ലേജ് കുക്കിംഗ് യൂട്യൂബ് ചാനലിലെ പാചക പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. തൈരും വെങ്കായവും ഇട്ട ബിരിയാണി പാചകം ചെയ്യുന്നതിന്റെ വീഡിയോ അന്നും വൈറലായിരുന്നു. ഏപ്രണും കയ്യിൽ ഗ്ലൗസുമൊക്കെ ധരിച്ച് ഷെഫിന്റെ വേഷവിധാനങ്ങളോടെയാണ് രാഹുലിനെ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. രാഹുലിന്റെ വിവാഹത്തിന് കടയിൽ നിന്ന് ലഡു ഓർഡർ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെയാണ് ബേക്കറി ഉടമ അദ്ദേഹത്തെ യാത്രയാക്കിയത്. ന്യൂസ് ഡെസ്ക് ജനം.